വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇനി മുതൽ നിങ്ങൾ തലേദിവസം അരി കുതിർത്തിടുകയോ തലേദിവസം അപ്പത്തിന് മാവ് അരച്ചിടുകയോ ഒന്നും വേണ്ട. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 30 മിനിറ്റിനകം, രാവിലെ എണീറ്റ് 30 മിനിറ്റിനകം നിങ്ങൾക്ക് അപ്പം മാവ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ 1.5 കപ്പ് നിങ്ങൾ വീട്ടിൽ വറുത്ത് പൊടിച്ച അരിപ്പൊടി ആവാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച പത്തിരിപ്പൊടി ആവാം. അത് 1.5 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇത്ര വെള്ളം പോരാ, ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നതാണ്. ഇതിപ്പോൾ തൽക്കാലം ഇതുപോലെ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് 3/4 കപ്പ് ഇതേ അരിപ്പൊടി എടുക്കുക. കപ്പി കാച്ചാനാണ് പോകുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. 3/4 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തീയിൽ വെക്കുന്നതിന് മുമ്പ്, അതായത് ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പ് ഇതാദ്യം കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മാവെല്ലാം ഒരേപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് തീയിൽ വെക്കുന്നതിന് മുമ്പ് ഇത് നന്നായി മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. മാവ് നല്ലോണം വെന്ത് വരണം, നല്ല കട്ടിയായിട്ട് വരണം. അതിനുശേഷം ഇത് തീയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം പച്ചവെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടില്ലേ, ആ മാവ് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ ചൂടോടുകൂടെ തന്നെ, തണുക്കണ്ട, ഈ ചൂടോടുകൂടെ തന്നെ നമ്മൾ കപ്പി കാച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനിവിടെ ഏകദേശം 3 വലിയ സ്പൂൺ ഇട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് ഇടുന്നത്. ഞാനിപ്പോൾ ആദ്യം അടിക്കുന്നത് 1/2 കപ്പ് തേങ്ങ ഇട്ടിട്ടാണ്. പിന്നെ അതിലേക്ക് അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായി അടിച്ചെടുത്തിട്ട് നമ്മളിത് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ഒരു കാസറോളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കാസറോളിൽ. എന്നിട്ട് ഈ അടിച്ചെടുത്തത് ബാറ്റർ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ബാച്ചും കൂടെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ വെള്ളം കൊണ്ട് ഈ ചൂടുവെള്ളം കൊണ്ട് കാസറോൾ കഴുകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ബാറ്ററും ചൂടായിരിക്കും, കാസറോളും ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് 30 മിനിറ്റിനകം ഇത് പൊന്തി കിട്ടും. അതേപോലെ ഈസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രഷ് ഈസ്റ്റ് ആണെങ്കിൽ 1 സ്പൂൺ മതിയാവും. കുറച്ച് പഴയ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 1.5 സ്പൂൺ വരെ ഇടണം. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലോണം കട്ടയില്ലാതെ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് കാസറോൾ അടച്ചു വെച്ച് അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ട്രിപ്പായിട്ടാണ് അടിച്ചത്. അപ്പം നിങ്ങളുടെ മിക്സിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അടിച്ചെടുക്കാം. അതേപോലെ കപ്പി കാച്ചിയത് ചൂടാറാൻ അനുവദിക്കരുത്. അത് ചൂടോട് കൂടെ തന്നെ ഈ മാവിൻ്റെ ഒപ്പം ഇട്ടിട്ട് അടിച്ചെടുക്കണം. അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു നോക്കുക. ഇത് കണ്ടോ, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നതന്നെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് മാവ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേഗം തന്നെ അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കിയിട്ട് കാണിച്ചാൽ നല്ല പൂ പോലത്തെ അപ്പം എന്ന് പറയില്ലേ, അതേപോലെ പൂ പോലെ വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതും നല്ല വൈറ്റ് കളറിലാണ് അപ്പം വരുന്നത്. നിങ്ങൾക്കിപ്പോൾ മാവ് പൊന്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളത് നന്നായിട്ട് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുറ്റിച്ചിട്ട് നല്ല മൂടി വെച്ച് നല്ല അപ്പം ഉണ്ടാക്കി. ഇത് നമുക്ക് നല്ല അടിപൊളി താറാവ് കറിയും ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള അടിപൊളി കോഴി കുമ്പളങ്ങ കറിയുടെ ഒപ്പം കഴിക്കാം. ഈ 2 കറിയുടെയും റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.